ഹായ് പാർട്ട്നേഴ്സ്, നമസ്കാരം. പേൾവെയിൻ ഇൻ്റർനാഷണൽ അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ പ്രൊജക്റ്റായ PVC മെറ്റ മൾട്ടിപർപ്പസ് NFT ടോക്കൺ പ്രോഗ്രാമിനെക്കുറിച്ച് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒരു പുതിയ വ്യക്തി ചെയ്യേണ്ടത്. ഒന്ന്, നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ റെഫറൽ മാർക്കറ്റിങ്ങോ ഏർലി ബേർഡ് ഓഫറോ അല്ലെങ്കിൽ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങോ നമുക്ക് ചെയ്യാം. ഇതിലേതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. ഇവിടെ ടാർഗറ്റോ അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ബിസിനസ്, നിങ്ങൾക്ക് എപ്പോൾ തുടങ്ങണം, എപ്പോൾ അവസാനിപ്പിക്കണം, നിങ്ങൾ എത്ര പേരെ കാണണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻവെസ്റ്ററായി മാത്രം നിന്നാൽ മതിയോ, നിങ്ങളുടെ കയ്യിലുള്ള പണം എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കണം, ഇതൊക്കെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്നെയാണ്. ഞാനിവിടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു പ്രോഗ്രാമിൽ ടോക്കൺ ഫാമിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടത്തെക്കുറിച്ചാണ്. ഓക്കെ, നിങ്ങൾ ഈ ചാർട്ടൊന്ന് പരിശോധിക്കുക. ഇവിടെ 13,000 രൂപ മുതൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഈ ചാർട്ടിൽ ഏറ്റവും അവസാനം കാണുന്നത് 1 കോടി രൂപ വരെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ 13,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം 1000 ദിവസം കൊണ്ട്, അതായത് 33 മാസം കൊണ്ട് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത 13,000 രൂപ 26,000 രൂപയായി അദ്ദേഹത്തിന് ലഭിക്കുന്നു. ഇവിടെ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പ്രോഗ്രാമിൽ USDTയുടെ ബിസിനസ്സാണ് നടക്കുന്നത്. അതായത് അമേരിക്കയുടെ ഡോളറിന് സമാനമായൊരു ഡിജിറ്റൽ കറൻസി, സ്റ്റേബിൾ കറൻസി. ഓക്കെ, ഇവിടെ നമുക്ക് സാധാരണ മലയാളികൾക്ക് മനസ്സിലാവാനാണ് INRലൂടെ ഈ ഒരു കാര്യം പറയുന്നത്. ഓക്കെ, റെഡി. 13,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഡെയിലി പ്രോഫിറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത 13,000ൻ്റെ 20%, അതായത് 26 രൂപ. 26 × 30 ദിവസം, ഒരു മാസം അദ്ദേഹത്തിന് ലഭിക്കുന്നത് 780 രൂപയാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക, 85% പെർ മന്ത്, 85% നിങ്ങൾക്ക് ലഭിക്കുന്ന റിവാർഡിൽ നിന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഏതൊരു വ്യക്തിയും ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന റിവാർഡിൻ്റെ 85% മാത്രമേ വിഡ്രോ ചെയ്യാൻ കഴിയുകയുള്ളൂ. 15% സിസ്റ്റം വളരെ നിർബന്ധപൂർവം നിങ്ങളുടെ ഫസ്റ്റ് ക്യാപിറ്റലിൻ്റെ കൂടെ എപ്പോഴും ഏഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതെന്തുകൊണ്ടെന്നാൽ, സിസ്റ്റത്തിൻ്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്, ഒരു ശരാശരി മനുഷ്യൻ എപ്പോഴും അവരുടെ കയ്യിലേക്ക് വരുന്ന വരുമാനത്തെ മുഴുവനായും ചെലവഴിക്കുകയും വീണ്ടും അദ്ദേഹം സാമ്പത്തിക അരാജകത്വത്തിലേക്ക് പോകുന്നത് നമ്മളെപ്പോഴും കാണുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ട 100% തുകയിൽ നിന്നും 15% നിർബന്ധപൂർവം സിസ്റ്റം നിങ്ങൾക്ക് വേണ്ടി തന്നെ മാറ്റിവെക്കുന്നത്. ഓക്കെ, ആ മാറ്റിവെക്കുന്ന തുകയ്ക്കും സിസ്റ്റം നിങ്ങളോട് പറയുന്നത് പ്രകാരം 0.20 വെച്ച് നിങ്ങൾക്ക് റിട്ടേൺ ലഭിച്ചുകൊണ്ടിരിക്കും. അതും 1000 ദിവസമായിരിക്കും. ഇപ്പോൾ നിങ്ങളൊന്നുകൂടി കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വ്യക്തി ഈ ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിൻ്റെ മെച്യൂരിറ്റി ടൈം എന്ന് പറയുന്നത് 1000 ദിവസമാണ്. ഇങ്ങനെ 15% ഓരോ തവണയും മാറ്റി വയ്ക്കപ്പെടുമ്പോൾ
ഈ 1000 ദിവസം എന്ന് പറയുന്ന മെച്യൂരിറ്റി ടൈം ഇങ്ങനെ ഒരു സർക്കിളായി മാറും. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കലും അദ്ദേഹത്തിന് ഈ സിസ്റ്റത്തെ ഉപേക്ഷിച്ച് തിരിച്ചു പോകാൻ കഴിയാത്ത ഒരു അവസ്ഥ വരും. അങ്ങനെ ആകുമ്പോൾ ഒരു നല്ല ടീമിനെ സെലക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സ്ഥിരമായി വരുമാനം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് മാറും. ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലോകത്തിൽ പണം കണ്ടെത്തുന്നതിന് 3 വഴികളാണുള്ളത്. ഒന്ന് ആക്റ്റീവ് ഇൻകം എന്ന് പറയും. ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തി നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് നേടാൻ കഴിയുന്ന ഒരു വരുമാനത്തിൻ്റെ ആ ഒരു സിറ്റുവേഷനെയാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അത് ഡോക്ടറായാലും വക്കീലായാലും സാധാരണ ട്രഡീഷണൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ച് അദ്ദേഹത്തിന് വരുമാനം കണ്ടെത്താം. പക്ഷേ ഇവിടെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ജോലി ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കണം, അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള ഫിസിക്കൽ കണ്ടീഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കാലാവസ്ഥ അനുകൂലമായിരിക്കണം. ഇങ്ങനെ പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ആക്റ്റീവ് ഇൻകത്തിൽ ഫോക്കസ് ചെയ്തൊരു വ്യക്തിയെ സംബന്ധിച്ച് വരുമാനം കണ്ടെത്താൻ കഴിയുക. ശരാശരിയിൽ 85% ആളുകളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആക്റ്റീവ് ഇൻകത്തിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ആക്റ്റീവ് ഇൻകത്തിൽ ഫോക്കസ് ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന പണത്തിൻ്റെ അളവിൽ വലിയ പരിമിതികളുണ്ട് എന്ന് നമുക്കറിയാം. ഓക്കെ, രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ബിസിനസ്മാൻമാരാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു നല്ല ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു സിസ്റ്റം തയ്യാറാക്കിയാൽ ആ സിസ്റ്റം അദ്ദേഹത്തിന് വേണ്ടി എപ്പോഴും ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് ഒരു മാള് സ്വന്തമായി ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അദ്ദേഹം എല്ലാ ദിവസവും മാളിലേക്ക് വരികയും അവിടുത്തെ ബിസിനസ് ശ്രദ്ധിക്കുകയും വേണമെന്നില്ല. അദ്ദേഹം സൃഷ്ടിച്ച ആ സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് സ്ഥിരമായി ഒരു വരുമാനം ലഭിക്കുന്ന ഒരവസ്ഥ വരും. ഓക്കെ, മൂന്നാമത് ഒരു വിഭാഗം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നതുപോലെ ഇൻവെസ്റ്റേഴ്സാണ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന പണമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്റർ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്ത ബാങ്കിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളെ മുന്നിലോ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം പോകണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ പണം അവിടുന്ന് വർക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനും ഒരു സ്ഥിരമായി ഒരു വരുമാനം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് മാറും. ഈ 2 കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കാൻ കഴിയുക. ഞാൻ ആദ്യം പറഞ്ഞ ആക്റ്റീവ് ഇൻകത്തിൽ ഫോക്കസ് ചെയ്തൊരു വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കലും അയാൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കാൻ കഴിയില്ല. ഓക്കെ, ഇതാണ് വളരെ പ്രധാനമായി പറയാനുള്ള 1-2 കാര്യങ്ങളെന്ന് പറയുന്നത്. നമുക്ക് വീണ്ടും ചാർട്ടിലേക്ക് പോകാം. ഇവിടെ 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിയാണ് എങ്കിൽ അദ്ദേഹത്തിന് ഡെയിലി ലഭിക്കുന്നത് 100 രൂപയാണ്. 0.20 വെച്ച് 100 × 30 ദിവസം അദ്ദേഹത്തിന് ഒരു മാസം 3000 രൂപ ലഭിക്കും. 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3000 രൂപ ലഭിക്കും. ഓക്കെ, ഇവിടെ നോക്കുക, 85% അദ്ദേഹത്തിന് റിട്ടേൺ വിഡ്രോ ചെയ്യാൻ പറ്റുക. അതായത് 2550 രൂപ, 450 രൂപ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ക്യാപിറ്റലിലേക്ക് കൂടിച്ചേരും. നിങ്ങൾ നോക്കുക, ടോട്ടൽ അദ്ദേഹത്തിന് 1,00,000 രൂപ ലഭിക്കും 1000 ദിവസം കൊണ്ട്. പക്ഷേ 85% മാത്രമേ വിഡ്രോ ചെയ്യാൻ കഴിയുള്ളൂ. അതായത് 85,000 രൂപ. 15,000 രൂപ എന്ത് സംഭവിക്കും? അദ്ദേഹത്തിൻ്റെ വാലറ്റ് തന്നെ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന് വീണ്ടും റിവാർഡുകൾ റിലീസായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ ലൈൻ നോക്കുക. 2,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഒരു ദിവസം
1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 200 രൂപ ഡെയിലി ലഭിക്കും. ഒരു മാസം 6000 രൂപ, അതായത് 200 ഇൻറ്റു 30 ദിവസം 6000 രൂപ ലഭിക്കും. അദ്ദേഹത്തിന് 85% ഉപയോഗിക്കാം, അതായത് 5100 രൂപ. 900 രൂപ ക്യാപിറ്റലിൻ്റെ കൂടെ 15% വന്ന് ചേരും. അദ്ദേഹത്തിന് ആകെ ലഭിക്കുന്നത് 2 ലക്ഷം രൂപ, 85%, അതായത് 1,70,70,000 രൂപ അദ്ദേഹത്തിന് ഉപയോഗിക്കാം. ഓക്കെ അല്ലേ? 2 ലക്ഷം രൂപ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഒരു ദിവസം ലഭിക്കുന്നത് 400 രൂപയാണ്. 0.20 വെച്ച് അദ്ദേഹത്തിന് മാസം 12,000 രൂപ ലഭിക്കും. 400 ഇൻറ്റു 30. അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? 10,200 രൂപ ഉപയോഗിക്കാം, 85%. 1,800 രൂപ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ക്യാപിറ്റലിൻ്റെ കൂടെ ഏടാവുന്നു. അങ്ങനെ 2 ലക്ഷം 1000 ദിവസം കൊണ്ട് 4 ലക്ഷമായി അദ്ദേഹത്തിന് തിരികെ ലഭിക്കുന്നു. 85% എന്ന് പറയുന്നത് 3,40,000 രൂപ. അതുപോലെ പോട്ടെ, 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ശ്രദ്ധിക്കുക, ഡെയിലി 1000 രൂപ ലഭിക്കും. 1000 ഇൻറ്റു 30, 30,000. അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? 85% ഒരു മാസം വിഡ്രോ ചെയ്യാം, അതായത് 25,500 രൂപ. ഓക്കെ, 4,500 രൂപ അദ്ദേഹത്തിൻ്റെ 15% ക്യാപിറ്റലിൻ്റെ കൂടെ ഏടായിട്ടുണ്ടാവും. 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപയായി മാറും. അദ്ദേഹത്തിന് 8,50,000 രൂപ ഉപയോഗിക്കാം. ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഒരു ദിവസം 2,000 രൂപയാണ്. ഇപ്പോൾ 2,000 ഇൻറ്റു 30, 60,000 രൂപ ഒരു മാസം അദ്ദേഹത്തിന് ഉപയോഗിക്കാം. അതിൻ്റെ 85% എന്ന് പറയുന്നത് 51,000 രൂപയാണ്. ബാക്കി 90,000 രൂപ എന്ത് സംഭവിക്കും? ക്യാപിറ്റലിൻ്റെ കൂടെ ഏടാവും. നിങ്ങൾ ശ്രദ്ധിക്കുക, 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് 20 ലക്ഷം രൂപ തിരികെ ലഭിക്കും. 17 ലക്ഷം അദ്ദേഹത്തിന് വിഡ്രോ ചെയ്ത് ഉപയോഗിക്കാം. ഒരു 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഡെയിലി ലഭിക്കുന്നത് 10,000 രൂപയാണ്. ഓക്കെ, 10,000 ഇൻറ്റു 30, 3 ലക്ഷം രൂപ. ഓക്കെ, 3 ലക്ഷം രൂപയിൽ അദ്ദേഹത്തിന് 85% എന്ന് പറയുന്നത് 2,55,000 രൂപ അദ്ദേഹത്തിന് ഉപയോഗിക്കാം. 45,000 രൂപ എല്ലാ മാസവും അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോയി ചേരുന്നു. 50 ലക്ഷം 1 കോടിയായി അദ്ദേഹത്തിന് വിഡ്രോ ചെയ്യാം. 85 ലക്ഷം അദ്ദേഹത്തിന് ഉപയോഗിക്കാം. 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ദിവസം അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു വരുമാനം എന്ന് പറയുന്നത് 20,000 രൂപയാണ്. 20,000 ഇൻറ്റു 30, 6 ലക്ഷം രൂപ അദ്ദേഹത്തിന് ഒരു മാസം ലഭിക്കും. 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് അതിൻ്റെ 85% എന്ന് പറയുന്നത് 5,10,000 രൂപയാണ്. നിങ്ങൾക്കതിൻ്റെ 15% എന്ന് പറയുന്നത് 90,000 രൂപ 1 കോടി രൂപയുടെ കൂടെ ഏടാകുന്നുണ്ടാവും. ടോട്ടൽ 2 കോടി രൂപ 1000 ദിവസം കൊണ്ട് ലഭിക്കും. 1,70,000 രൂപ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതാണ് PVC മെറ്റാ മൾട്ടിപർപ്പസ് ടോക്കൺ പ്രോഗ്രാമിൽ ടോക്കൺ ഫാമിംഗ് ചെയ്ത ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന റഫറൽ കമ്മീഷനെ കുറിച്ചുള്ള ഒരു രൂപം എന്ന് പറയുന്നത്. ഇവിടെ സാധാരണഗതിയിൽ നമ്മുടെ പണം വളരെ പെട്ടെന്ന് നല്ല രീതിയിൽ വളരുന്നതായി നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ആരംഭിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പണത്തെ വളരെ വലിയ രീതിയിൽ വളർത്താൻ സഹായിക്കും. ഓക്കെ, താങ്ക് യു. ഇത് ഈ ഒരു പ്രോഗ്രാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് ദൂരീകരിക്കാൻ ഇത്തരം വീഡിയോ സഹായിക്കും എന്ന് വിശ്വസിക്കുന്നു.
ഓക്കെ, താങ്ക് യു സോ മച്ച്. ജയ് പേൾ വെയിൻ വിൽ നെവർ എൻഡ്. താങ്ക് യു.